നമസ്കാരം. മലയാളി വാർത്ത ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും ഒടുങ്ങുന്നില്ല. ഇപ്പോൾ ഈ വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് അദ്ദേഹം ഇപ്പോൾ ഷാഫിക്കെതിരെ ഒരു നീക്കം നടത്തുകയാണ്. തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ MP അപമാനിച്ചു എന്ന തരത്തിലൊരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വാദിയെ പ്രതിയാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? എന്താണ് തോന്നുന്നത്? വാദിയെ പ്രതിയാക്കുന്നത് മാത്രമല്ല, ഈ പോലീസിൻ്റെയും LDF സർക്കാരിൻ്റെയൊക്കെ ഇരട്ടത്താപ്പാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു അഭിലാഷ് ഡേവിഡിനെതിരെ എത്ര പരാതികളും കേസുകളും ഒരുപക്ഷെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടൽ ഉത്തരവ് വരെ ഇറക്കിയ ഈ പോലീസുകാരൻ ഇപ്പോഴും ഈ പോലീസ് സേന ഇരിക്കുകയാണ്. എന്നിട്ട് MP നേരെ ഇപ്പോൾ പരാതിയുമായി പോകുന്നു. അപ്പോൾ ഈ നിലവിൽ ഷാഫിൽ പറമ്പിൽ തെളിവ് സഹിതം മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു, ദാ എന്നെ ആക്രമിച്ച ആൾ ദാണ്ട് ഈ വ്യക്തിയാണ്, ദാണ്ട് തെളിവ്, ഈ ആക്രമിക്കുന്ന തെളിവുകൾ സഹിതം മീഡിയയുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ട് പോലും ഇതുവരെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിശയം. ഒരു MP മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ്. എന്നിട്ട് പോലും തന്നെ ആക്രമിച്ച വ്യക്തിക്കെതിരെ കേസെടുക്കാതെ ഇപ്പോൾ തിരിച്ച് വാദി പ്രതിയാകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ് ഡേവിഡ് തന്നെ മാധ്യമങ്ങളിലൂടെ MP തന്നെ അപമാനിച്ചു എന്ന പേരിൽ കേസ് കൊടുക്കുന്നു. ഈ അഭിലാഷ് ഡേവിഡിൻ്റെ ഒരു പഴയകാല ചരിത്രമൊക്കെ നോക്കിയാൽ ഞെട്ടിക്കുന്നതാണ്. ഈ പറയുന്ന ഗുണ്ടകളുമായിട്ടുള്ള സൗഹൃദങ്ങൾ അതുമൂലം ഉണ്ടാകുന്ന അന്നത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന CH നാഗരാജുവാണ് അന്ന് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടാൻ നോട്ടീസ് നൽകിയത്. ആ നോട്ടീസിന് മറുപടി നൽകാൻ 15 ദിവസം കൊടുത്തിരുന്നു. അതിന് കാലതാമസം നേരിട്ടു. പക്ഷെ പിന്നീട് നൽകിയ മറുപടി ഈ പറയുന്നോണം പോലീസ് ഔദ്യോഗിക തലത്തിൽ തൃപ്തികരമായതുകൊണ്ട് അദ്ദേഹത്തിനെ തിരിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ പിരിച്ചുവിടൽ ഉത്തരവ് ഇറക്കിയ ഒരു വ്യക്തിക്ക് പിന്നെ എങ്ങനെയാണ് കയറാൻ പറ്റുന്നത്? സാധാരണ ഒരു ഉദ്യോഗസ്ഥർ തൻ്റെ കൃത്യനിഷ്ഠയാൽ കർമ്മത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ ഉണ്ടായാൽ ഒരു സസ്പെൻഷൻ കഴിഞ്ഞാൽ അത് തന്നെ പിൻവലിക്കാൻ എന്തോരം കഷ്ടപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുള്ള ഈ ഒരു കാലത്താണ് സുഖമായിട്ട് അത് ഒരു തവണ പിരിച്ചുവിട്ടു, പിന്നെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഈ ലൈംഗിക ആരോപണ വിധേയനായിട്ടുള്ള ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് കൂട്ടുനിന്നു. അതായത് ഇരയ്ക്ക് പ്രതികൂലമായിട്ടും പ്രതിക്ക് അനുകൂലമായിട്ടുമുള്ള മൊഴിയെടുപ്പും കാര്യങ്ങളും ഒക്കെ നടത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി പ്രശ്നങ്ങൾ, നിരവധി വിഷയങ്ങൾ ഈ ഗുണ്ടാ നേതാക്കളുടെ ഇടയിലെ മീഡിയേറ്ററായിട്ട് വരെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അഭിലാഷ് ഡേവിഡ്. അപ്പോൾ എന്നിട്ട് ഇത് മാത്രമാണ് ഭൂമാഫിയ ഇടപാടുകൾ, അപ്പോൾ ഗുണ്ടകളുമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമല്ല CPM വഞ്ചിയൂർ ഏരിയ തലത്തിൽ ഏരിയ പാർട്ടി ഓഫീസുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു വ്യക്തി. അഭിലാഷ് ഡേവിഡിൻ്റെ ഒരു പഴയകാല ചരിത്രം നോക്കിയാൽ തനി പക്ക SFIക്കാരനായിരുന്നു, SFI നേതാവ്. അപ്പം അതിൽ നിന്നാണ് പോലീസിൻ്റെ യൂണിഫോം ഇട്ടത്. എങ്ങനെയായിരിക്കും ഇട്ടതെന്നുള്ളത് ചിലപ്പം നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഇപ്പോഴും പോലീസ് സേനയിലുണ്ട്. അതിന് കൃത്യമായി ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റുള്ള ഔദ്യോഗിക തലങ്ങളിലോ ഇതുവരെ വന്നിട്ടില്ല. ഈ പിരിച്ചുവിട്ടോ അല്ലെങ്കിൽ പിരിച്ചുവിട്ടത് എങ്ങനെയാണ് എടുത്തത്, ഇത് കൃത്യമായി നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ പറയൂ. ഇത് മാതൃഭൂമി അടക്കം അന്നത്തെ ന്യൂസ് ചാനലിൽ പുറത്തുവിട്ടതാണ്. പിരിച്ചുവിട്ടു എന്നുള്ള ഇവർ ഉൾപ്പെടെ 3 പേരെ, മറ്റുള്ള 2 പേര് പിരിച്ചുവിട്ടു, ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. പിന്നെ ഈ വ്യക്തിയെ മാത്രം എങ്ങനെയാണ് എടുത്തത്? അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി സംശയങ്ങൾ നിൽക്കുകയാണ് ഇപ്പോൾ ഈ വ്യക്തി MP നേരെ കൊടുത്തേക്കുന്നത്. ഒന്ന് നോക്കിക്കോണം, വാദി പ്രതിയാകുന്ന അതും ഒരു MP. അപ്പോൾ MP ഇത്രയാണ് സംഭവിക്കുന്നെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു 6 മാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം, തങ്ങളുടേതായ ഒരു സാമ്രാജ്യം തീർക്കണമെന്ന് മാത്രമേ LDF സർക്കാരിനുള്ളൂ. അതായത് ഇനി തങ്ങൾ ഈ ഒരു ഭരണത്തിലേക്ക് വരില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പുതിയ ക്ഷേമ പെൻഷൻ കൂട്ടുന്നു, പിന്നെ എന്തൊക്കെയായിരുന്നു ആശമാന അംഗനവാടി, അങ്ങനെ നിരവധി പദ്ധതികൾ, ബജറ്റിൽ പോലും പ്രഖ്യാപിക്കാത്ത പദ്ധതികൾ എന്തുകൊണ്ടാണ്? ഒരാഴ്ചയേ ഉള്ളൂ ഇനി തെരഞ്ഞെടുപ്പ് വരാൻ. അതിനു മുന്നേ എന്തുകൊണ്ടാണ് പ്രഖ്യാപിച്ചത്? ഇത് നേരത്തെ നമ്മളൊക്കെ ഇരുന്ന് ചർച്ചയിൽ പറയുമായിരുന്നു. ഉടനെ പിണറായി വരും, വലിയൊരു കിറ്റുമായിട്ട് വരും. സുരേഷ് ഗോപി പറഞ്ഞ കിറ്റുമായിട്ട് വന്ന് എടുത്ത് കളയണമെന്ന്. പക്ഷെ ഇപ്പോൾ വീണിരിക്കുന്നത് സ്ത്രീകളാണ്, അതായത് വീട്ടമ്മമാരാണ് അല്ലേ? അവർ ശരിക്കും വീണു. 2500 രൂപയാണ് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത്. 4.5 കൊല്ലമായിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിക്ക് 52,000 രൂപ വെച്ചിപ്പോൾ കിട്ടേണ്ടെന്ന്. അതുപോലും കൊടുക്കാതാണ് ഈ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് ഈ ഒരു സംഗതി കൊടുക്കാം എന്ന് ഏറ്റിരിക്കുന്നത്. എന്നാൽ പിന്നെ നേരത്തെ ആയിക്കൂടായിരുന്നു. സാമ്പത്തികമായിട്ട് നഷ്ടമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് PM ശ്രീയിൽ ഒപ്പിട്ടാൻ പോയത്?
അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന ഒരു 6 മാസം, ഇനി ഒരു 3 മാസം കൂടെ ക്ഷേമ പെൻഷൻ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്ത് തീർക്കും. എന്നിട്ട് തെരഞ്ഞെടുപ്പാകും. പിന്നെ വോട്ട് എണ്ണൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ, വോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. ജയിക്കുവാണെങ്കിൽ പിന്നെ അപ്പോഴത്തെ കാര്യം നോക്കിയാൽ പോരെ. പലതും കുടിശ്ശികൾ ഇപ്പം കിടക്കുന്നു. അപ്പോൾ ഇവർ ഈ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും. എത്രയോ കോടി രൂപകളാണ് ദൂർത്തടിച്ചും അവരുടേത്. മേയർ ഊട്ടി ഉണ്ടല്ലോ, നമ്മുടെ മേയർ ഊട്ടിയുടെ ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ തുകകൾ ഈ ഇടയ്ക്ക് പേരൂർക്കടയിൽ ഒരു കുളം നവീകരണം ഞാൻ കണ്ടതാണ്. കുളം നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ഘാടനം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ജനങ്ങളെല്ലാം ഈ പറഞ്ഞോണം ഇളകി. അവിടെ പ്രതിഷേധമായി അവസാനം ഉദ്ഘാടനം നടന്നില്ല. സംഗതി എന്തുവാ, എനിക്ക് തോന്നുന്നു 24 ന്യൂസ് ചാനലാണെന്ന് തോന്നുന്നു. അവിടെ പോയി നോക്കിയപ്പം ഈ എത്ര കോടി, 1.25 കോടി 1.5 കോടി രൂപ ചെലവഴിച്ച് കുളം ഈ 1.5 കോടി നവീകരിക്കാൻ, കുളം നവീകരിക്കാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ സംഗതി ഇത്രയേ ഉള്ളൂ. ആ കുളത്തിന് ചുറ്റും ഒരു പാത, ചെറിയ നടപ്പാത സൃഷ്ടിച്ചു. പിന്നെ ഈ കമ്പി കൊണ്ടുള്ള ഒരു വേലി തീർത്തു. ഇതാണ് കുളം നവീകരണം. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ കുളമില്ല, മൊത്തം പോച്ച മൂടി കിടക്കുക, കുളമൊക്കെ വറ്റിപ്പോയി, ഒന്നുമില്ല, കുളമില്ല. ഇതാണ് ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, 1.5 കോടി രൂപ. ഇതിന് ഒരു 50 ലക്ഷം രൂപയാണെങ്കിൽ ഇതിലും മികച്ചതായിട്ട് അവർക്ക് സെറ്റ് ചെയ്യായിരുന്നു. കുളവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ചില പദ്ധതികൾക്കൊക്കെ ആണെങ്കിൽ, ചില പാർക്കുകളൊക്കെ പോച്ചയൊക്കെ ചെത്ത് കഴിച്ചിട്ട് വീണ്ടും നവീകരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അതിന് ലക്ഷങ്ങൾ. അപ്പോൾ ഈ ലക്ഷങ്ങൾക്കൊന്നും വിലയില്ലേ? ഇത് ഒരു എന്താ പറയുന്നേ, ഈ ആടിനെ പട്ടിയാക്കുന്ന തരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പദ്ധതികളും അവരുടെ ഭരണമൊക്കെ. ഇതിനിടയിലാണ് എംപിക്ക് നേരെ പേരാമ്പ്ര കലാപം. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് വീണ്ടും പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുകയാണ്. അവിടുത്തെ DYSPക്കെതിരെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ പേരാമ്പ്ര കലാപം സൃഷ്ടിച്ചത് പോലീസാണ്, CPM ആണ് എന്നുള്ളത് കൃത്യമായിട്ടും തെളിവ് സഹിതം UDF പുറത്തുവിടുമ്പോൾ എന്തുകൊണ്ട് അത് അന്വേഷിക്കുകയോ അത് കേസെടുക്കുകയോ ചെയ്യുന്ന ഒരു എംപിക്ക് നേരെയല്ലേ? എന്നിട്ട് അത് തേച്ചു മാച്ച് കളയുന്ന രീതിയിൽ ആക്കിയിട്ട് വീണ്ടും ഈ ആരാണോ അടിച്ച വെട്ടി ഇപ്പം എംപിക്ക് നേരെ കൊടുക്കുന്നു. ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ എംപിക്ക് പോലും നിലനിൽപ്പില്ലാത്ത ഈ ഒരു ഘട്ടത്തിൽ നാളെ സാധാരണക്കാരായ മനുഷ്യരുടെ അവസ്ഥ എന്താണ്? ഒരു പോലീസ് സ്റ്റേഷനിൽ, മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സാധാരണക്കാരായ വ്യക്തികൾ എന്ത് പറഞ്ഞാണ് പോകുന്നത്? അവിടെ ഇതുപോലെ തന്നെ കൈമണി കൊടുക്കുന്നവന് നിലനിൽക്കാം, അല്ലെങ്കിൽ പണവും അധികാരവും ഉള്ളവന് നിലനിൽക്കാം, ഇല്ലാത്തവൻ സാധാരണ ഒരു വ്യക്തി ചെന്ന് കഴിഞ്ഞാൽ അവനെ പ്രതിയാക്കുന്ന തരത്തിലല്ലേ പോകുന്നത്? ഇത് പല ജനങ്ങളിലും പറയാതെ പറയുന്നുണ്ട്, പല കാര്യങ്ങളും പല വിഷയങ്ങളിലൂടെ. അതായത് നമ്മളൊരു കേസുമായിട്ട് മുന്നോട്ട് പോയാൽ എതിർ പാർട്ടിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹോൾഡോ അല്ലെങ്കിൽ CPM എന്ന പാർട്ടിയിൽ ഹോൾഡോ അല്ലെ പണമോ ഉണ്ടെങ്കിൽ ഈ വാദി എന്താവും, പ്രതിയാകുന്ന രീതിയിലാവും. അപ്പോൾ ഇതാണോ കാണിച്ചു കൊടുക്കേണ്ടത്? കൃത്യമായ അന്വേഷണമല്ലേ വേണ്ടുന്നത്? ഈ വ്യക്തിയെ പിരിച്ചുവിട്ട വ്യക്തി എങ്ങനെ കയറി എന്നുള്ളതും MP അടിച്ചു ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ പിരിച്ചുവിടുകയല്ലേ വേണ്ടുന്നത്? വീണ്ടും വെച്ചുകൊണ്ടിരുന്നിട്ട് ആ വ്യക്തി ഇപ്പോൾ കേസ് കൊടുത്ത് അതിന് നടപടിയെടുക്കാൻ തുനിഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ എന്താണ്? ഇത് തന്നെയല്ലേ സംഭവിച്ചത്? അതായത് പരാതിക്കാരികൾ ചെല്ലുന്നു, ആദ്യം റിനി ഉൾപ്പെടെ ചെല്ലുന്നു, അതിൽ കേസെടുത്താൽ ബലപ്പെടില്ല എന്നുള്ള രീതി വെച്ചിട്ട് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്നു. ക്രൈംബ്രാഞ്ചിനെയാണ് ഏൽപ്പിക്കുന്നത്. എന്ത്, വെറും ഒരു സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. എന്നിട്ട് IPS ഉദ്യോഗസ്ഥരെ 3 തവണയാണ് മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. ഇവരുടെയൊക്കെ ഭരണം കാരണം നിരവധി അതായത് സമൂഹത്തിലെ സ്ഥാനമാനങ്ങളുള്ള വകുപ്പുകൾ പോലും വേറെ തരംതാണ പ്രവൃത്തികൾ ചെയ്യേണ്ടുന്ന ഒരവസ്ഥ. ക്രൈംബ്രാഞ്ച് എന്താണ്, വലിയ വലിയ ക്രിമിനൽ കുറ്റങ്ങൾ അന്വേഷിക്കേണ്ട ക്രൈംബ്രാഞ്ചിനെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുകയല്ലേ ചെയ്തേ? അപ്പോൾ അവരുടെ കാര്യത്തിന് വേണ്ടി, അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്, അത് ഏത് പെൺവിഷയമല്ല, ഏത് ചെറിയ ചീഞ്ഞ വിഷയമാണെങ്കിലും അവർ വലിയ അന്വേഷണങ്ങളും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്ന് നോക്കുക. പക്ഷേ ഇവിടെ ഒരു MPക്ക് ആക്രമണം ഉണ്ടായി, അദ്ദേഹത്തിന് സർജറി വരെ കഴിഞ്ഞ് കിടക്കുന്നു. ഒരു അന്വേഷണം പോയിട്ട് ഒന്നും മൊഴിയെടുക്കാൻ പോലും പോയിട്ടില്ല. ആരോപണമായിട്ട് നിൽക്കുന്നുണ്ട്. അതെ, ഒരു മൊഴി പോലും ഇത്രയും ദിവസമായിട്ട് എടുക്കാൻ പോയിട്ടില്ല. എങ്ങനെയാ സംഭവിച്ചത്? ഈ തെളിവുകൾ കൊടുക്കാൻ മാധ്യമങ്ങളിലൂടെ വന്നിട്ട് എന്നാൽ ഉള്ള തെളിവുകൾ ശേഖരിച്ചിട്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ആ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ MPക്ക് നേരെ കേസ് കൊടുക്കുന്നത്. ഒന്നാലോചിച്ച്, ഇനി ഇവരത് ചിലപ്പോൾ എടുക്കും. എങ്ങനെയും ഷാഫിയെയും രാഹുലിനെയും തൂക്കി അകത്തിടണം. വരുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെയെങ്കിലും ഒന്ന് അട്ടിമറിക്കണം. ഈ ഒരു അട്ടിമറി സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി ഇപ്പോൾ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്, പല കാര്യങ്ങൾ നടത്തുന്നത്. ആരെയും ഈ കോവിഡ് സമയത്തായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പ് വന്നത്. 2019 ഈ പറഞ്ഞതുപോലെ ഒരു കിറ്റ് കൊടുത്ത് ജനങ്ങളെ
പാട്ടിലാക്കി കൂട്ടിലാക്കി വെച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു. ഇപ്പോൾ കുറേ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി, ഒരുപക്ഷെ പ്രതിപക്ഷം പോലും ഞെട്ടിയ പ്രഖ്യാപനങ്ങളാണ് പാട്ടിലാക്കുന്നു. അപ്പോൾ ഈ ഒരു തന്ത്രങ്ങൾ ആയിക്കോട്ടെ, പക്ഷെ ശരിയായിട്ടുള്ള ഒരു ഒരു സത്യം നിലനിൽക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാത്ത ഒരു പിണറായി സർക്കാർ, സത്യം പറഞ്ഞ ഒരു ഏകാധിപത്യ ഭരണമൊന്നുമല്ല, ഒരു പട്ടാള ഭരണമൊന്നും അല്ല ഇതിന് വേറെ എന്തൊക്കെ പേര് പറയേണ്ടുന്ന കാര്യമുണ്ട്. ഒരു ധൂർത്തിൻ്റെയും അധികാരപ്രമത്തിൻ്റെയൊക്കെ ഒരു പാതയിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ ഏതായാലും ഷാഫി പറമ്പിൽ ഇത് പാർലമെന്ററി കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് നടപടികൾ ഒരുപക്ഷെ എടുക്കും. അങ്ങനെ ഇങ്ങനെയൊന്നും പോലീസുകാരനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസ് എന്നുള്ളതാണ് വരുന്ന സൂചനകൾ. തീർച്ചയായിട്ടും അത് ആവശ്യമുണ്ട്. കാരണം ഇത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ എംപിക്ക് നേരെയാണ്, നാളെ CPM-ന്റെ MLA-ക്കോ മന്ത്രിക്കോ എംപിക്കോ നേരെ ഇത്തരത്തിലുള്ള ഭീഷണികൾ, വധ ആക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് തടയിടുന്നത് ഒരുപക്ഷെ ഇതൊക്കെ മറ്റുള്ളവർക്ക് ഒരു ഇതായിരിക്കണം. പിന്നെ ഈ പോലീസുകാരെ എല്ലാവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്ക് ഇത്രയും പ്രഷറുണ്ട്. റൂറൽ SP തന്നെ അന്ന് എന്താ പറഞ്ഞത്, ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് ചെയ്തത്, കാരണം അയാൾക്ക് അദ്ദേഹത്തിൻ്റെതായ പ്രഷറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പോലീസ് സേനയെ പോലും ഗുണ്ടകളാക്കി CPM പാർട്ടി മാറ്റിക്കൊണ്ട് മറ്റുള്ള പാർട്ടികൾക്ക് വേണ്ടി അടിച്ചു നിരപ്പാക്കുന്ന ഈ ഒരു പ്രവണത അത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും 6 മാസം കൂടി ജനം സഹിക്കണം എന്ന് പറഞ്ഞെങ്കിലും മലയാളികളുടെ നെഞ്ചത്തേക്കിട്ട് പൊട്ടിച്ചുകൊണ്ട് അവരുടെ ഹൃദയം കവരാൻ വേണ്ടിയിട്ടുള്ള പല പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഇതിൽ മലയാളികൾ വീഴുമോ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് മറ്റുള്ളവരൊക്കെ ഉറ്റുനോക്കുന്നത്. ഏതായാലും ഷാഫിയുടെ ഈ ഒരു കാര്യത്തിൽ ഇനി മുൻപോട്ടുള്ള നീക്കങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഷാഫിയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഒന്നും ഇതിൽ നിന്ന് പിന്നോട്ടില്ല. തീർച്ചയായിട്ടും അയാൾക്കെതിരെ നടപടി എടുക്കണം. അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. അതിനെ ഒന്ന് സമവാക്യത്തിൽ പെടുത്തുക. കാരണം അത് കോടതിയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ആക്ഷേപിച്ചു എന്ന തരത്തിൽ താനും കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ ആ കേസിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നീക്കമാണ് എന്ന് തോന്നുന്നു. ഏതായാലും കോടതിയിലേക്ക് പോകട്ടെ, കണ്ടറിയാം.